മാനസിക റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ടീം മുതിർന്ന ഈ സെക്യൂരിറ്റി പണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇവർക്ക് ഇരിക്കാനുള്ള കസേര പോലും മുതിർന്ന ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റുന്നു. 10 ദിവസം തുടർച്ചയായിട്ട് ഡ്യൂട്ടിക്കിടുന്നു. ഇവരിൽ പലരും കൂട്ടാത്മഹത്യക്ക് ഒരുങ്ങുന്നു എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വിളിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടോ ഈ പോലീസ് സർവീസിൽ, ജോർജ് ജോസഫ്? അല്ല, ഇതിന്റെ പേര് തന്നെ RRF എന്നാണല്ലോ. അപ്പം പേരിൽ തന്നെ അതുണ്ട്. കാരണം ഇവർക്ക് നമ്മൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. RRF എന്ന് പറഞ്ഞാല് വളരെ ഫിറ്റായ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ അവിടെ റിക്രൂട്ട് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് 3 ദിവസം കഴിഞ്ഞാൽ ബ്രേക്ക് കൊടുക്കാൻ പറ്റില്ല. മറ്റേ നമ്മൾ ലോക്കൽ പോലീസ് പോലെയോ അല്ലെങ്കിൽ ഈ ആംഡ് പോലീസ് പോലെയോ അല്ല RRF കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയാണ്. ഇത് ഇവിടെ അഗ്രസീവ് ആയിട്ടുള്ള ക്രിമിനൽസിനെ ഡീൽ ചെയ്യാനും അതുപോലെ നക്സല് പിന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റി അവരെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു സ്ക്വാഡ് കേരള പോലീസ് ഉണ്ടാക്കിയതാണ് RRF. അവിടെ വിശ്രമം കിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് അവിടെ വരാൻ പാടുള്ളൂ. മറ്റു പോലീസുകാരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഇവര് വല്ലാതെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. ലീവ് ചോദിച്ചാൽ കിട്ടില്ല, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, മാനസിക സംഘർഷമാണെന്നും പലരും മാനസികമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് മരുന്ന് സ്വീകരിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞത്. അത് ശരിയാണ്. അവിടെ ഒത്തിരി പ്രശ്നമുണ്ട്. അതൊക്കെ ശരി. എൻ്റെ അടുത്ത് കുറെ പേര് വന്ന് സംസാരിച്ചിട്ടുള്ളൂ. എനിക്കത് അറിയാം. അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ അവിടുന്ന് മാറ്റിവിടാനേ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഒരു റൗണ്ട് ദ ക്ലോക്ക് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കസേര കാണത്തില്ല. ചിലപ്പോൾ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ മരത്തേക്കാരി നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ചെയ്തെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മറ്റുള്ള പോലീസുകാരെ പോലെ കണക്കാക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് അത് 7 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ കൊടുക്കാൻ ഇവിടെ പറ്റില്ല. ഈ RRF മാത്രം പറ്റില്ല. ബാക്കി എല്ലാ പോലീസിലും നമുക്കത് പറ്റും. ഓക്കെ, മനസ്സിലായി ജോർജ് ജോസഫ്. റിനു, ഇതാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. RRFനെ നിർമ്മിച്ചിരിക്കുന്നതും അങ്ങനൊരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുപോലെ 3 ദിവസം ഡ്യൂട്ടി എടുത്താൽ 1 ദിവസം വിശ്രമം എന്നത് നടപ്പാക്കാൻ പറ്റിയ അത്ര പോലീസുകാരും ഇല്ലെന്ന് തോന്നുന്നില്ലേ RRFിൽ? തീർച്ചയായും ഈ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ടീമിൽ വേണ്ടത്ര അംഗബലമില്ലാത്തതാണ് ഇവർക്ക് തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് തൊട്ട് മുമ്പേ ഉള്ള ബാച്ച്, ഇപ്പോൾ 8 മാസമായുള്ളൊരു ബാച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിന് തൊട്ട് മുമ്പുള്ള ബാച്ചിന് സാധാരണഗതിയിൽ 3 ദിവസം എന്നുള്ള നിയമ പരിരക്ഷ ഉണ്ടായിരുന്നു. 3 ദിവസം തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടി, അതിനുശേഷം 1 ദിവസം ഓഫ് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ കയറിയ ബാച്ചിന് മാത്രമാണ് ഈ തുടർച്ചയായി 10-11 ദിവസം ഡ്യൂട്ടിയിൽ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതും നിന്നാണ് ഇവർ ജോലി ചെയ്യുന്നത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇടപെടലാണ് ഉന്നത ഉദ്യോഗസ്ഥർ. ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സ്വയമോ ഏതെങ്കിലും അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും അവർ ലീവ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു പണി ചെയ്യേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഈ സെക്യൂരിറ്റി ചുമതലയാണ്, സുരക്ഷാ ചുമതലയാണ് ഇവർ പ്രധാനമായും വഹിക്കുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. സ്വന്തമായി ബില്ലിംഗ് നൽകി തന്നെയാണ് ഈ ഫോഴ്സിലേക്ക് വന്നത്. പക്ഷേ മുൻകാലത്തുണ്ടായിരുന്ന ഒരു നിയമ രീതി അല്ല ഇപ്പോൾ ഈ ഫോഴ്സിൽ ഉള്ളത്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതാണ്. ഈ കീഴുദ്യോഗസ്ഥരുടെ കീഴുദ്യോഗസ്ഥർ നമുക്ക് പറയാൻ പറ്റില്ല. സഹപ്രവർത്തകരുടെ ഈ മാനസിക വിഷമങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക. അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളത് അറിയുക. അവർക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അവർ ഈ ജോലി ചെയ്യാൻ വന്നത് ആ കുടുംബത്തെ പോറ്റാൻ കൂടി വേണ്ടിയായിരിക്കുമല്ലോ. അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കരുത്. എങ്കിലും മികവുറ്റ ഒരു സേന എന്ന നിലയിൽ അവരുടെ സേവനം നമുക്ക് ലഭ്യമാകും.